ഹലോ, ഞങ്ങൾ ഇന്നൊരു ഔട്ടിങ് വന്നേക്കാണ് കേട്ടോ. ഞങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ചേട്ടൻ വിടില്ല, ചേട്ടൻ ഞങ്ങളെ ആക്കിയിട്ട് ആൾ തിരിച്ചു പോകും കേട്ടോ. ഞാനും ഫ്രണ്ടും മക്കളും കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ കാണാണ്ടായപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ചേട്ടൻ തിരിച്ചു പോയിട്ടോ. അങ്ങനെ മൂന്നെണ്ണങ്ങളും കൂടി ചാടിത്തുള്ളി പറഞ്ഞു കണ്ടോ. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴഞ്ചിറ പാടത്തേക്കാണ്, വേറെ ദൂരമൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്ഥലത്താണ്. ഇപ്പം അത്യാവശ്യം ഫേമസ് ആണ് ഇവിടെ. അത്യാവശ്യം റീൽസും ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ആളുകൾ വരുന്നു. ഒരാളിവിടെ കിൽക്കാമ്പെട്ടിയൊക്കെ കണ്ടിട്ട്, അങ്ങനെയല്ലേ പറയുന്നത്, ഞങ്ങളുടെ ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കിൽക്കാമ്പെട്ടിയൊക്കെ കണ്ടിട്ട് അതും പറിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ മൂന്നല്ല നാലെണ്ണങ്ങളും കൂടെ ഡാൻസ് വീഡിയോ എടുക്കാനുള്ള പാട്ടൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഞാനും വിദ്യയും കൂടെ, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ്, ആളൊരു ആയുർവേദ ഡോക്ടറാണ് കേട്ടോ. ആളും ഞാനും കൂടെ ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങൾക്ക് അതിന് പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും സമയം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ടോ. സ്നാക്സ് ഒക്കെ ആയിട്ട് വന്നിട്ടാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ കടകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കടകളൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് ഞങ്ങൾ വെള്ളവും സ്നാക്സ് ഒക്കെ ആയിട്ടാണ് വരാറ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും മക്കളെയും കൂടി സേഫ് ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമായതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് കേട്ടോ. സത്യത്തിൽ ഈ ഒരു യാത്ര കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇതുപോലെ വന്നപ്പോഴേ തീരുമാനിച്ചതാണ് അടുത്ത കൊല്ലം വെക്കേഷൻ നമ്മൾ ഇതുപോലെ വരുന്നത് കേട്ടോ. കോവിഡ് ടൈമിലെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടൈമിലാണ് കേട്ടോ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ആ ടൈമിൽ ഇതുപോലെ സംശയമൊക്കെ ചോദിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആദ്യം ആൾ ഭയങ്കര ഗൗരവക്കാരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആളെന്നെക്കാട്ടിലും നല്ല പക്വതയൊക്കെയുള്ള ആളാണെങ്കിലും ഞങ്ങൾ ഫോൺ വിളി തുടങ്ങിയാൽ പിന്നെ പറയാത്ത വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങളുടെ ചെറിയ ഔട്ടിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അമ്പലത്തിലെ തിരുവാതിരക്കളിയും കയ്യൊട്ടിക്കളിയൊക്കെ ഉണ്ടായ ദിവസമാണ് കേട്ടോ. നമുക്ക് പറ്റുന്ന പോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ ഹാപ്പിയാവും, മക്കളും ഹാപ്പിയാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം.